ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമം എങ്ങനെയാണ് നമ്മൾ സാധാരണ മനുഷ്യരുടെ അടുക്കലേക്ക് എത്തിയത്, ആരാണ് രചിച്ചത്, ആർക്കാണ് ആദ്യം ഉപദേശിച്ചു കൊടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞത്. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമായിരിക്കും നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ്സുകൾ 8 മണിക്ക് ഉൾപ്പെടുത്തുന്നത്, രാത്രിയിൽ 8 മണിക്ക്. അതുപോലെ ഭഗവത്ഗീതയുടെ ക്ലാസ് വ്യാഴാഴ്ച രാത്രി 8 മണിക്കും. ഈ 3 ക്ലാസ്സുകളിലും എല്ലാവരും കയറി ആ ക്ലാസ്സുകൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ആദ്യം ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ആദ്യം ഒന്ന് പറയാം. ആദ്യമായിട്ട് കഴിയുന്നതും കുളിച്ച് ശുദ്ധമായിരുന്നു കൊണ്ട് ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. കുളിച്ച് ശുദ്ധമായിരുന്നു കൊണ്ട് ജപിക്കുക. ശരീരശുദ്ധി, മനഃശുദ്ധി ഇവ രണ്ടും വളരെ പ്രധാനമാണ്. വിളക്കു തെളിയിച്ച് ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി അതല്ല, അതിന് സാധിക്കുന്നില്ല, അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഒരു സംശയം വരുന്നത്, പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത്, പുലയും ബാലായ്മയും ഉള്ള സമയത്ത് ലളിതാ സഹസ്രനാമം ജപിക്കാൻ പാടുണ്ടോ എന്ന ഒരു ചോദ്യം വരും. ജപിക്കാൻ പാടില്ല, ദോഷമാണ് എന്ന ഒരു വിഭാഗവും, ജപിച്ചോളൂ ഒരു ദോഷവുമില്ല എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും ഉണ്ട്. ഇതിലേതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന സംശയം സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകും. ഇതേ ഗുരുക്കന്മാർ തന്നെയാണ് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ആപതി കിം കരണീയം. എന്താണ് അർത്ഥം? ആപത്തിൽ അമ്മയുടെ ചരണയുഗങ്ങളെ സ്മരിക്കുകയല്ലാതെ മറ്റൊന്നും കരണീയമായിട്ടില്ല. ഈ ഒരു ആപതിം കിം കരണീയം എന്ന ശ്ലോകം എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ എന്താണ്? ആപത്ത് വരുന്നു. ആപത്ത് വരുമ്പോൾ അവിടെ അമ്മയുടെ ചരണയുഗങ്ങളല്ലാതെ മറ്റെന്താണ് നമുക്ക് ആശ്രയം? ആപത്ത് വരുന്നത് എപ്പോൾ വേണമെങ്കിലും വരാം. കുളിക്കാതെ ഇരിക്കുമ്പം വരാം, പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് വരാം, പുലയും ബാലായ്മയും ഉള്ള സമയത്ത് വരാം, കുളിച്ച് ശുദ്ധമായി നല്ല വസ്ത്രമൊക്കെ ഇട്ടിരിക്കുന്ന സമയത്തും വരാം. ഏത് സമയത്തും വരാം. ഇന്ന സമയത്ത് മാത്രമേ വരാൻ പാടുള്ളൂ എന്ന പ്രത്യേക നിയമമൊന്നുമില്ല. എപ്പോൾ വന്നാലും നമുക്ക് അമ്മയെ വിളിക്കാം, അമ്മയെ പ്രാർത്ഥിക്കാം, അമ്മയുടെ തൃപ്പാദങ്ങളിൽ ആശ്രയം കണ്ടെത്താം. അവിടെ ശുദ്ധവും അശുദ്ധവും ഒന്നുമില്ല. ഒറ്റമുണ്ടുടുത്ത് രജസ്വലയായിരുന്ന ദ്രൗപദി ആപത്തിൽ തൻ്റെ ഭർത്താക്കന്മാരെ, 5 വീരന്മാരായ ഭർത്താക്കന്മാരെ അല്ല ആശ്രയിച്ചത്. സാക്ഷാൽ വൈകുണ്ഠപതിയായ മഹാവിഷ്ണുവായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ആശ്രയിച്ചത്. ഇതാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഭഗവാന് ഇതൊന്നുമില്ല. ഭഗവാൻ എപ്പോഴും ശുദ്ധനാണ്. ഭഗവാന് ശുദ്ധവും അശുദ്ധവും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമുക്ക് ജപിക്കാം. പക്ഷേ ക്ഷേത്രങ്ങൾ, പൂജാമുറികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ ആ സമയത്ത് പ്രവേശിക്കരുത്. കാരണം അവിടെയൊക്കെ ഒരു പ്രത്യേക എനർജികളുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ആ സമയത്ത് എനർജിയും ക്ഷേത്രത്തിലുള്ള എനർജിയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെയാണ് ആചാര്യന്മാർ, ഗുരുക്കന്മാർ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തുടർന്നു വരുന്ന നമ്മുടെ സമ്പ്രദായം. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു പോരായ്മയും വരാനില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കുക. അതുകൊണ്ട് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ജപിക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം ഒരു ബുക്ക് മേടിച്ചു വെക്കുക. അത് നിങ്ങളുടെ അലമാരിയിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. പൂജാമുറിയിൽ പോയിരുന്ന് ജപിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ജപിക്കുന്നതിനായിട്ട് അവിടെ ഒരു പുസ്തകം മേടിച്ചു വെക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി അതല്ല, ആ സമയത്ത് നിങ്ങൾക്ക് ജപിക്കണ്ട എന്നാണ് തീരുമാനമെങ്കിൽ ആ സമയത്തും നിങ്ങൾക്ക് അമ്മേ നാരായണ എന്നുള്ള നാമം
ജപിക്കാവുന്നതാണ്. കിഴക്കോട്ട് തിരിഞ്ഞിരുന്നോ വടക്കോട്ട് തിരിഞ്ഞിരുന്നോ ലളിത സഹസ്രനാമം ജപിക്കാവുന്നതാണ്. ശ്രദ്ധിക്കാനുള്ളത്, വെറും നിലത്തിരുന്നു ജപിക്കരുത്. നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ കസേരയിലിരുന്ന് ജപിക്കാം. അതല്ല നിലത്തിരുന്നാണ് ജപിക്കുന്നതെങ്കിൽ ഒരു പായോ ഒരു തടുക്കോ ഇട്ടതിനു ശേഷം ഒരു മാറ്റോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള തുണിയോ എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ട് അതിൻ്റെ പുറത്തിരുന്നു കൊണ്ട് വേണം ജപിക്കാൻ. അല്ലാതെ വെറും നിലത്തിരുന്നു കൊണ്ട് യാതൊരു കാരണവശാലും ലളിത സഹസ്രനാമം ജപിക്കരുത്. നിലവിളക്ക് തെളിയിച്ചു വെക്കണം. ഒരു കിണ്ടിയിൽ അല്പം ജലം, പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ, പുഷ്പങ്ങൾ പലർക്കും കിട്ടാനുണ്ടാകില്ല, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളൊക്കെ താമസിക്കുന്നവർക്ക് പുഷ്പങ്ങളില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട. അല്ലാത്തവർ അല്പം പുഷ്പവും വിളക്കും ജലവും ചന്ദനത്തിരി കത്തിച്ചു വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ധൂപം, ദീപം, ധൂപം, പുഷ്പം ഇവയൊക്കെ കൊണ്ട് ആരാധിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചന്ദനത്തിരി കത്തിച്ചു വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. പ്രസാദം സമർപ്പിക്കണമെങ്കിൽ അങ്ങനെയും ആകാം. ഒരു പഴമെങ്കിലും സമർപ്പിക്കാം, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടം, ഇതൊക്കെ തന്നെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. കുറച്ച് കൽക്കണ്ടം മേടിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി അവിടെ പൂജാമുറിയിൽ വെച്ചു കഴിഞ്ഞാൽ ഓരോ കഷ്ണം എടുത്ത്, ഇനി പ്രത്യേകിച്ച് നമുക്ക് പഴം മേടിക്കാൻ പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വഴിപാടുകളൊന്നും സമർപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കൽക്കണ്ടം എടുത്ത് ഒരു കുഞ്ഞു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ജപിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ലളിത സഹസ്രനാമം ജപിക്കുന്നതിന് മുമ്പ് ഛന്ദസ് മുതലായ കാര്യങ്ങളൊക്കെ ജപിക്കണമെന്നുള്ളവർക്ക് ജപിക്കാം. പക്ഷെ യാതൊരു നിർബന്ധവുമില്ല. ധ്യാനം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. സിന്ദൂരാരുണ വിഗ്രഹം എന്ന് തുടങ്ങുന്ന ആ ഒരു ധ്യാനം, ആ ധ്യാന ശ്ലോകം ലളിത സഹസ്രനാമം ജപിക്കുന്നതിന് മുമ്പ് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത്, ആ ധ്യാനം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഇനി മറ്റൊരു കാര്യം വരുന്നത്, ലളിത സഹസ്രനാമം അങ്ങനെയൊന്നും ജപിക്കാൻ പാടില്ല. ഗുരു ഉപദേശം അനുസരിച്ചിട്ട് മാത്രമേ ജപിക്കാവൂ. എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ വലിയ ദോഷമാണ്. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ ധാരാളം ആളുകൾ പറയുന്നുണ്ട്. ശരിയാണ്, തെറ്റുപറ്റാൻ പാടില്ല. അതൊരു പൊതുവായ കാര്യമാണ്. തെറ്റുപറ്റാൻ പാടില്ല. അമ്മയെന്ന് വിളിക്കുന്നതിന് പകരം കുമ്മേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ ക്ഷമിക്കും. പക്ഷെ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? പാടില്ല. അവിടെ ആയ്ക്ക് പകരം കു ഉപയോഗിക്കാൻ പാടില്ല. കേട്ടു നിൽക്കുന്നവരെന്ത് വിചാരിക്കും? പക്ഷെ അമ്മയ്ക്കറിയാം അമ്മയെന്ന് വിളിച്ചതാണ്, അമ്മയെന്ന് വിളിക്കാൻ വേണ്ടി തന്നെ ഉദ്ദേശിച്ചതാണ്, പക്ഷേ ആ സമയത്ത് നാക്കുളുക്കിയതാണ് എന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മയങ്ങ് ക്ഷമിച്ചുകൊള്ളും എന്ന് കരുതി എപ്പോഴും അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാലോ? അത് പാടില്ല. അതുകൊണ്ട് അറിയാതെ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ കുഴപ്പമില്ല, പക്ഷേ അറിഞ്ഞുകൊണ്ട് തെറ്റുപറ്റരുത്. കാരണം നമ്മളൊന്നും വിധിയാവണ്ണം ലളിത സഹസ്രനാമം പഠിച്ചിട്ടുള്ളവരല്ല. നമ്മൾ ജപിച്ചു ശീലിച്ചു വരുന്നതേ ഉള്ളൂ. ലോകത്തിന് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് വാഗ്ദേവതമാർ ലളിത പരമേശ്വരിയുടെ ആഗ്രഹം അനുസരിച്ചിട്ട് ഈ നാമം ജപിച്ചത്. മന്ത്രാക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന നാമങ്ങളും വിവിധ തന്ത്രങ്ങളെയും യന്ത്രങ്ങളെയും കുറിക്കുന്ന നാമങ്ങളും ഈ സഹസ്രനാമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാമം കൊണ്ട് ദേവിയെ ആരാധിക്കുന്നതിന് ഏവർക്കും അധികാരമില്ല എന്നും കർശനമായ വ്രതാനുഷ്ഠാനങ്ങളില്ലാതെ ഈ ദിവ്യമായ നാമം പാരായണം ചെയ്യുന്നത് ഗുണത്തേക്കാൾ ദോഷം ഉണ്ടാക്കുന്നു എന്നും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ആദ്യ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീമാത, അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞു അല്ലേ? ശിശുവിന് അമ്മയെ വിളിക്കാൻ ആരുടെയും മധ്യസ്ഥത ആവശ്യമില്ല. അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി കുഞ്ഞ് കരഞ്ഞ് ശബ്ദമുണ്ടാക്കണമെന്നുമില്ല. തക്ക സമയത്ത്
കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റുന്നതിന് അമ്മയ്ക്ക് സാധിക്കും. അത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അതമ്മ ചെയ്തു കൊള്ളും. അമ്മയെ നോക്കി ഒന്ന് ചിരിക്കുകയോ അമ്മേ എന്ന് അത്ര സ്പഷ്ടമല്ലാത്ത രീതിയിൽ ഉച്ചരിക്കുകയോ ചെയ്താൽ പോലും അമ്മയ്ക്ക് ആനന്ദമാണ്. പരാശക്തി അമ്മയായി കരുതി ശിശുഭാവനയോടുകൂടി ഈ നാമം ജപിച്ചാൽ അമ്മ സന്തുഷ്ടയാകും. അങ്ങനെ വേണം ജപിക്കേണ്ടത്. അല്ലാതെ ഞാൻ വലിയ ശ്രേഷ്ഠനാണ്, എനിക്ക് ലളിതാ സഹസ്രനാമം കാണാതെ ജപിക്കാൻ അറിയാം, അതുകൊണ്ട് പുസ്തകം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് ജപിച്ചാൽ അമ്മ തെറ്റുവരുത്തും. ജപത്തിൽ അമ്മ ഉറപ്പായും തെറ്റുവരുത്തും. അമ്മയുടെ ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും. പക്ഷേ അമ്മേ, എനിക്കൊന്നും അറിയില്ല, എനിക്ക് സംസാരിക്കാൻ പോലും അറിയില്ല, ജപിക്കാൻ പോലും അറിയില്ല, ഞാനൊരു കൊച്ചു കുഞ്ഞാണ് എന്ന ഭാവനയോടുകൂടി എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ മനോഭാവത്തോടു കൂടി അമ്മേ എന്ന് വിളിച്ചു ജപിച്ചു തുടങ്ങിയാൽ അവിടെ ഏതെങ്കിലും ഒരു തെറ്റു പറ്റിയാലും അമ്മ ക്ഷമിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ശങ്കരാചാര്യര് കുപുത്രോ ജായതേ എന്ന് തുടങ്ങിയ ആ ഒരു ശ്ലോകം തന്നെ എഴുതിയത്. ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്? ഒരു മകൻ ഒരു പക്ഷേ ദുഷ്ടനായിരിക്കാം, പക്ഷേ അവൻ്റെ ആ അമ്മ ഒരിക്കലും ദുഷ്ടയാവുകയില്ല. ആ അമ്മ ഒരിക്കലും ആ മകനെ ഉപേക്ഷിക്കുകയുമില്ല. ആരെങ്കിലും നിങ്ങളുടെ മകൻ ദുഷ്ടനാണ് എന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ ആ അമ്മ സമ്മതിക്കുകയില്ല. അങ്ങനെയുള്ളവളാണ് അമ്മ എന്നാണ് ശങ്കരാചാര്യര് പോലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ എന്തു ചെയ്തിരിക്കുന്നത്? സഹസ്രനാമത്തിൽ ആദ്യം തന്നെ ശ്രീമാത എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇവിടെ അറിവില്ലായ്മ കൊണ്ടോ ദുശാഠ്യം കൊണ്ടോ കുഞ്ഞ് എന്തു തെറ്റു ചെയ്താലും അമ്മ ക്ഷമിക്കുന്നത് പോലെ ആദ്യം തന്നെ അമ്മേ എന്ന് വിളിച്ചു തുടങ്ങുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങളും തെറ്റുകളും പോലും അമ്മ ക്ഷമിക്കുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നു കരുതി തെറ്റു വരുത്തുകയല്ല. അറിയാതെ ആദ്യമായൊക്കെ ജപിച്ചു തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് തെറ്റു വന്നു എന്നതുകൊണ്ട് ഭയപ്പെടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മേ എന്നൊന്ന് വിളിച്ചാൽ മതി. പക്ഷേ ലളിത സഹസ്രനാമം ജപിക്കുമ്പോൾ പുസ്തകം നോക്കി തന്നെ ജപിക്കണം. എനിക്ക് കാണാതറിയാം എന്ന് ഒരിക്കലും അഹങ്കരിക്കരുത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ മനോഭാവത്തിൽ ഇരുന്നു കൊണ്ട് അമ്മേ എന്നുള്ള ചിന്തയോടുകൂടി ജപിക്കണം. ഇവിടെ ശ്രീ എന്നും മാതാ എന്നും രണ്ടു പദങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീ എന്ന ശബ്ദത്തിന് ലക്ഷ്മി എന്നും സരസ്വതി എന്നും അർത്ഥം നമുക്ക് കൽപ്പിക്കാം. അപ്പോൾ ശ്രീക്ക് മാതാവായവൾ എന്ന പ്രയോഗത്തിന് ലക്ഷ്മിയെ ജനിപ്പിച്ചവൾ അല്ലെങ്കിൽ ലക്ഷ്മിക്ക് മാതാവ് ആയവൾ അല്ലെങ്കിൽ സരസ്വതിക്ക് മാതാവായവൾ എന്ന അർത്ഥം വരും. ലക്ഷ്മിക്കും സരസ്വതിക്കും രുദ്രാണിക്കും പാർവതിക്കും അല്ലെ, രുദ്രാണി ആരാണ്? പാർവതി. പാർവതിക്കുമൊക്കെ മാതാവ് ആയവൾ ആരാണ്? ആദിപരാശക്തിയാണ്. പരാശക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ പരാശക്തിയെ നമ്മൾ ആദ്യം തന്നെ അമ്മേ എന്ന് വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ അമ്മയോടുള്ള മക്കളുടെ ആ സ്നേഹമാണ് പിന്നീട് നമ്മൾ അങ്ങോട്ട് പോകുന്ന ഓരോരോ ശ്ലോകങ്ങളിലൂടെ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അടുത്ത ശ്ലോകം എന്താണ്? ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി അല്ലേ? മഹാരാജ്ഞി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഹാരാജ്ഞിയുടെ അർത്ഥം എന്താണ്? ഈ ലോകത്തെ ഭരിക്കുന്നവൾ എന്നാണ് അർത്ഥം. ആദ്യം നമ്മൾ എന്താണ് വിളിച്ചത്? അമ്മേ എന്ന് സ്നേഹത്തോടു കൂടി വിളിച്ചു. എന്നിട്ട് പറയുകയാണ് അമ്മ മഹാരാജ്ഞിയാണ് എന്ന് പറയുന്നു. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അമ്മ എവിടെ ഇരിക്കുന്നു? അമ്മേ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്നേഹത്തോടു കൂടി വിളിക്കുന്നു.
അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ അമ്മയെ കാണാൻ വന്നത്, ഇങ്ങോട്ടേക്ക് വന്നത്. അമ്മ പറഞ്ഞാൽ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? അമ്മയല്ലേ ഈ വീടിന്റെ നാഥ എന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നും? എൻ്റെ വാക്കുകൾക്ക് ബഹുമാനം കിട്ടുന്നുണ്ട്, ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിലുള്ള ആളുകള്, എൻ്റെ മക്കള് അംഗീകരിക്കുന്നുണ്ട് എന്ന ഒരു സന്തോഷം അവിടെ അമ്മയ്ക്കുണ്ടാകും. ആദ്യം മധുരമായി സ്നേഹത്തോടു കൂടി അമ്മേ എന്ന് വിളിക്കുന്നു, ശ്രീമാതാ എന്ന് വിളിച്ചിട്ട് ശ്രീ മഹാരാജ്ഞി എന്ന് പറയുന്നു. അമ്മ സന്തോഷവതിയായി കഴിഞ്ഞു. പിന്നീട് നമ്മൾ ഓരോരോ ശ്ലോകങ്ങൾ കൊണ്ട് അമ്മയെ അങ്ങനെ സ്തുതിക്കുകയാണ്. ബാക്കി ശ്ലോകങ്ങൾ കുറേശ്ശെയായിട്ട് നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോക്കാം. അടുത്ത ചൊവ്വാഴ്ച 8 മണിക്കായിരിക്കും ബാക്കി ഭാഗങ്ങൾ നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് ആയതുകൊണ്ടാണ് കുറച്ച് നമ്മൾ, അതായത് 2 ശ്ലോകങ്ങൾ മാത്രം, ആ ഒരു ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന 2 വാക്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചത്. അടുത്ത ദിവസം മുതൽ നമ്മൾ കുറേശ്ശെയായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും മാറി എന്ന് വിശ്വസിക്കുന്നു. ലളിതാ സഹസ്രനാമം രാവിലെയാണോ അല്ല സന്ധ്യയ്ക്കാണോ ജപിക്കേണ്ടത് എന്ന ഒരു സംശയം വരും. ഏതു സമയത്ത് വേണമെങ്കിലും ജപിക്കാം. എങ്കിലും ആചാര്യന്മാരുടെ അഭിപ്രായം വിഷ്ണു സഹസ്രനാമം ബ്രഹ്മമുഹൂർത്ത സമയത്തും ലളിത സഹസ്രനാമം ത്രിസന്ധ്യാസമയത്തും ജപിക്കുന്നതാണ് ഉത്തമമെന്ന് പറയുന്നു. അതുകൊണ്ട് ത്രിസന്ധ്യാസമയത്ത് ജപിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ജപിച്ചുകൊള്ളുക. പക്ഷേ പലർക്കും, പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന ആളുകളാണ്, അവർക്ക് ത്രിസന്ധ്യാസമയത്ത് പലരും വീട്ടിലുണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിരാവിലെയുള്ള ജപവും ശീലമാക്കാം. എങ്കിലും നിത്യേനയുള്ള ജപം വളരെ നല്ലതാണ്. നമ്മൾ ഒരിക്കലും ദുരിതത്തിലേക്ക് പോവുകയില്ല, ആപത്തിൽ പെടുകയില്ല. പക്ഷെ നമ്മുടെ ജപം, നമ്മൾ ജപിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിൻ്റെ മനോഭാവത്തോടു കൂടി ജപിക്കണം. അമ്മയെന്ന് വിളിക്കുന്നത് അമ്മയുടെ അടുത്തു നിന്നും എന്തെങ്കിലും അമ്മയെ പറ്റിച്ച് തട്ടിക്കൊണ്ടു പോകാനായിരിക്കരുത്. അതുകൊണ്ട് ശുദ്ധ ഹൃദയത്തോടു കൂടി, ശുദ്ധ സ്നേഹത്തോടു കൂടി അമ്മയെന്ന് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും യാതൊരു ദോഷവും ഉണ്ടാവുകയില്ല. എന്നാൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യം മനസ്സിൽ വിചാരിച്ചിട്ട് ജപിക്കുകയോ അത് നടക്കാതെ വരുമ്പോൾ ഇനി ജപിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയോ ചെയ്താൽ അമ്മയ്ക്ക് മനസ്സിലാകും, ഈ മകനോ അല്ലെങ്കിൽ ഈ മകൾക്ക് എന്നോട് യഥാർത്ഥമായ സ്നേഹമല്ല, എന്നിൽ നിന്നും എന്തോ അടിച്ചു മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന ഒരു തോന്നൽ അമ്മയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അമ്മ ശിക്ഷിക്കുകയൊന്നും ചെയ്യില്ല, പക്ഷേ പിണങ്ങില്ല. പക്ഷെ എന്ത് ചെയ്യും? ചിലപ്പോൾ തരാനുള്ള കാര്യം അല്പം കൂടി കഴിയട്ടെ എന്ന് കരുതി അമ്മ എന്ത് ചെയ്യും? മാറ്റിവെക്കും, ഇല്ലേ? ചിലപ്പോൾ വീടും പറമ്പും ഒക്കെ എൻ്റെ കാലം കഴിഞ്ഞിട്ട് മതി നിനക്ക് എന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ എന്ത് ചെയ്യും? അമ്മമാരെത്തുന്നത് പോലെ അമ്മ മഹാമായയും ചിലപ്പോൾ അല്പം താമസിപ്പിച്ചേക്കാം. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെയും നമുക്ക് ശങ്കരാചാര്യരെ ഓർക്കാം. ഒരു മകൻ ഒരുപക്ഷെ ദുഷ്ടനായേക്കാം, പക്ഷേ ഒരമ്മ ഒരിക്കലും ദുഷ്ടയാവുകയില്ല. ഒരമ്മ ഒരിക്കലും തൻ്റെ മകനെ ഉപേക്ഷിക്കുകയുമില്ല എന്ന കാര്യം ഇവിടെ ഓർക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നല്ല അമ്മമാരെ പറ്റിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. നല്ല അമ്മയാണ് ആദിപരാശക്തി. കലിയുഗമാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ തലയ്ക്കടിച്ചു കൊന്നിട്ട് കാമുകന്മാരുടെ കൂടെ പോകുന്ന അമ്മമാരുടെ കാലമാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള അമ്മമാരെ വെച്ച് നിങ്ങൾ അളക്കരുത്. ആദിപരാശക്തി അങ്ങനെയുള്ള അമ്മയല്ല. നിങ്ങളെപ്പോലെ നല്ല അമ്മമാരാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക. ലളിത സഹസ്രനാമം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഹരേ കൃഷ്ണ.